പാചകവാതക വിലവർദ്ധനവിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 4-ന് മണ്ഡലത്തിന് കീഴിൽ വരുന്ന 29 വില്ലേജ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് തിലോത്തമ സോമൻ, വൈസ് പ്രസിഡന്റ് ജിഷ ദിലീപ് എന്നിവർ അറിയിച്ചു. ഇസ്രായേൽ-ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് അന്യായമായ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും നടക്കുന്നുവെന്നും ഗ്യാസ് റീഫിൽ ചെയ്യാനുള്ള അവധി 45 ദിവസവും ഹോട്ടലുകൾക്ക് 35 ദിവസവുമാക്കിയതിലും പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാചകവാതക വിലവർദ്ധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അടുക്കള ഭരണം നടത്തുന്ന വീട്ടമ്മമാരെയാണെന്നും അതിനാലാണ് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കാലങ്ങളായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒട്ടേറെ സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാചകവാതകത്തിൻ്റെ വില 60 രൂപ ഒറ്റയടിക്ക് തൊട്ടടുത്ത ദിവസമാണ് കൂട്ടിയിട്ടുള്ളത്. നമുക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ചറിയാം. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലേക്ക് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കാലതാമസമുണ്ട് എന്നും അറിയാം. എങ്കിൽ പോലും ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിലവർദ്ധനവ് നടപ്പിലാക്കിയത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീജനങ്ങളെയാണ്, അടുക്കളയിലാണ്. പക്ഷേ അവർക്ക് ആവശ്യത്തിന് ഉള്ള ഉൽപ്പന്നങ്ങൾ തീരുന്നത് വരെ വിതരണം ചെയ്യാതെ അത് പൂഴ്ത്തിവെച്ചും കരിഞ്ചന്തക്കാർക്ക് അവരുടെ യഥേഷ്ടത്തിന് കൊടുക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്ക് കുടുംബങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ എല്ലാം വിതരണം 45 ദിവസത്തിലൊരിക്കലും, അതുപോലെ ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമെല്ലാം 35 ദിവസത്തിലൊരിക്കലുമായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന്. പക്ഷേ അത്തരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ ഉൽപ്പന്നത്തിന് ഈ സമയത്ത് വില വർദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഒത്താശയോടുകൂടി ഇത്തരത്തിലൊരു വിലവർദ്ധനവ് സ്വകാര്യ വ്യക്തികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്.